കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലെ പൊട്ടങ്കാവിലുള്ള അംഗൻവാടിയിൽ ഗ്രാമപഞ്ചായത്തിൻ്റെയും ICDSൻ്റെയും നേതൃത്വത്തിൽ പഞ്ചായത്ത് തല പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സനിൽ ബോസ് അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VJ സുനിത ഉദ്ഘാടനം നിർവഹിച്ചു. ICDS സൂപ്പർവൈസർ ജയജ്യോതി, വാർഡ് മെമ്പർമാരായ കവിത, ജറീന, നിതീഷ്, കിരൺ തുടങ്ങിയവർ പ്രവേശനോത്സവത്തിന് ആശംസകൾ അറിയിച്ചു. വലിയൊരു പ്രസംഗം ഇല്ല, കാരണം ഇവിടെ അധ്യക്ഷനും സ്വാഗതം പറഞ്ഞപ്പോൾ സൂപ്പർവൈസറും വളരെ വിശദമായി പറഞ്ഞു മക്കൾ കരയും, അതുകൊണ്ട് പ്രവേശനോത്സവത്തിൽ പ്രസംഗമില്ല. എന്നാലും ഒരു സന്തോഷം മാത്രം ഞാൻ നിങ്ങളോട് പങ്കിടാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരുപാട് അഭിമാനവും സന്തോഷവും തോന്നുന്ന ഒരു നിമിഷമായിട്ട് ഞാനിതിനെ കാണുകയാണ്. കാരണം നമ്മുടെ അംഗനവാടിക്ക് സ്വന്തമായി കെട്ടിടമില്ലായിരുന്നു. അപ്പോൾ 15-20 ഞാൻ ജനപ്രതിനിധി ആയിരുന്ന സമയത്താണ് ഈ അംഗനവാടിക്ക് വസ്തു കണ്ടെത്തി ഈ ഒരു കെട്ടിടം സാധ്യമാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ അംഗനവാടി കുടുംബത്തിലെ ഒരു അംഗവും കൂടെയാണ് ഞാൻ. അപ്പോൾ അതിലൊരു സന്തോഷം, അതിലുപരി ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രവേശനോത്സവം കൂടെ, പഞ്ചായത്ത് തല പ്രവേശനോത്സവം കൂടെ ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിലും വളരെയധികം സന്തോഷം. ഇപ്പോൾ ഇവിടെ രക്ഷിതാക്കളെല്ലാം വളരെ താല്പര്യത്തോടെ നമ്മുടെ മക്കളെ ഇങ്ങോട്ട് വളരെ വിശ്വസിച്ച് അയക്കുന്നുണ്ട്. അത് കാരണം ഇവിടുത്തെ ടീച്ചറും ഹെൽപ്പറും ഒക്കെ അത്ര കണ്ട് കുട്ടികളെ സംരക്ഷിച്ച് നോക്കുന്നത് കൊണ്ടാണെന്ന് എനിക്കറിയാം. അതുപോലെ ഗ്രാമപഞ്ചായത്ത് എത്രയൊക്കെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുമോ അത്രയൊക്കെ ശ്രദ്ധിക്കും. ഈ ഒരു അംഗനവാടിയിൽ ഈ പുതിയ ഭരണസമിതി വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു സ്മാർട്ട് അംഗനവാടി എന്ന ഒരു തീരുമാനത്തിലേക്ക് 8 അംഗനവാടികളെ കൊണ്ടുവന്നു. കാരണം നമ്മുടെ മക്കൾ ഇപ്പോൾ പലരും കരയുന്നുണ്ട്. അപ്പോൾ മക്കളെ കൊണ്ട് ആക്കിയിട്ട് രക്ഷകർത്താക്കൾ വീട്ടിൽ പോകുമ്പോൾ അവർക്ക് വിഷമം തോന്നരുത്, എൻ്റെ കുഞ്ഞ് അവിടെ കരയുമോ എന്ന് തോന്നരുത്. കാരണം അവർ വരുമ്പോൾ തന്നെ, കൊണ്ടാക്കുമ്പോൾ തന്നെ കരയാതെ നമ്മുടെ അംഗൻവാടിയിലെ പ്രവർത്തകരുടെ കയ്യിലേക്ക് പോകണം. അതാണ് പഞ്ചായത്തിൻ്റെ ആഗ്രഹം. അല്ലാതെ അവരിവിടെ കരഞ്ഞാൽ നിങ്ങൾക്ക് കുറേ സമയം നിങ്ങളുടെ മനസ്സിൽ മക്കൾ കരയുമോ എന്നൊരു ചിന്ത ഉണ്ടാവും. അപ്പോൾ ആ ഒരു വിഷമം മാറ്റാനാണ് എത്രയൊക്കെ നമ്മുടെ മക്കളെ ആകർഷിക്കാൻ കഴിയുമോ അത്തരത്തിൽ അംഗനവാടികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത്. ഉറപ്പായും ഇനിയും ഈ ALMSയുടെയും എല്ലാ ജനങ്ങളുടെയും ഒക്കെ താല്പര്യം കണ്ടുകൊണ്ട് ഇനിയും കൂടുതൽ നമ്മുടെ അംഗൻവാടിയുടെ പ്രവർത്തനങ്ങൾക്ക് ഇനിയും നമ്മൾ ഫണ്ട് വയ്ക്കും. മുകളിലൊരു റൂഫ് ഉടനെ ചെയ്യും. പിന്നെ ഇവിടെ എന്തൊക്കെയാണോ ആവശ്യം അത് ഇവിടുത്തെ രക്ഷകർത്താക്കൾ ALMSയും ചേർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിൽ എല്ലാ ക്രമീകരണവും അത് എല്ലാ അംഗനവാടി, ഇപ്പോൾ എനിക്ക് ഇത് എൻ്റെ കൊല്ലോട് വാർഡാണെങ്കിൽ എനിക്ക് ഒരു വാർഡല്ല, എനിക്ക് 24 വാർഡും പ്രസിഡന്റ് എന്നുള്ളത് എനിക്ക് ഒരേപോലെ, എനിക്ക് 24 വാർഡ് സ്വന്തമാണ്. അപ്പോൾ എല്ലാ അംഗനവാടികളുടെയും സൗകര്യങ്ങൾ എത്ര കണ്ട് മെച്ചപ്പെടുത്താമോ അത്ര കണ്ട് മെച്ചപ്പെടുത്തണം എന്നുള്ളതാണ് ഭരണസമിതിയുടെ ആഗ്രഹം.